ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ല, പകരം വയനാടിനായി വീട് വെച്ച് നൽകുമെന്ന മുൻ ബിഗ് ബോസ് താരം അഖിൽ മാരാറുടെ വാക്കുകൾക്കെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് താരത്തിന്റെ പ്രതികരണമെന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോഴിതാ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിക്കുകയാണ് അഖിൽ മാരാർ. അഖിൽ മാരാർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെയാണ്: ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാതെ 3 വീടുകൾ ഞാൻ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞത് വലിയ വിവാദത്തിന് വഴിവെച്ചു. ഇങ്ങനെയൊരു പോസ്റ്റിട്ട് എന്നെ ആക്ഷേപിച്ചും കേസെടുത്തും വിരട്ടാൻ നോക്കിയ അന്തംകമ്മികൾക്കും ദാസന്റെ സർക്കാരിനും എതിരെ ഞാൻ പിന്നീട് ഉയർത്തിയ ചോദ്യങ്ങൾ ഇവന്മാരുടെ കുരുപൊട്ടിച്ചു. എനിക്കെതിരെ ആകെ ഇവന്മാർക്ക് ആഘോഷിക്കാനുള്ളത് ബിഗ് ബോസിൽ പോകും മുൻപ് ഞാൻ ആ ഷോയെക്കുറിച്ച് പറഞ്ഞത് വെച്ചാണ്. ഒരല്പം ബോധം ഈ ജന്മങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ ഞാൻ എങ്ങനെ 80% വോട്ട് നേടി ആ ഷോയുടെ വിജയിയായി എന്ന് ചിന്തിക്കണം. അതെങ്ങനെ ചിന്തിക്കാനുള്ള ബോധം ഈ കമ്മി കഴുതകൾക്കില്ലല്ലോ. ഇനി ഞാൻ ഈ എഴുതുന്നത് തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ്. സമൂഹ മാധ്യമങ്ങളിൽ കോമാളിത്തരം കാണിച്ചു ശ്രദ്ധ നേടാൻ നടക്കുന്നവർ, സിനിമ റിവ്യൂ എന്ന പേരിൽ സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ആക്ഷേപിച്ചു ശ്രദ്ധ നേടുന്നവർ, ഇത്തരക്കാർക്കെതിരെ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കവേ ബിഗ് ബോസിലെ ചില മുൻ മത്സരാർത്ഥികളുടെ സമൂഹ മാധ്യമത്തിലെ പെരുമാറ്റവും ചർച്ചയിൽ വന്നു. അപ്പോൾ അവതാരക എന്നോട് ബിഗ് ബോസിൽ പോകുന്നോ എന്ന് ചോദിച്ചു. ബിഗ് ബോസ് കാണാതെ ഞാൻ തമാശ രൂപേണെ അതിനേക്കാൾ നല്ലത് ലുലു മാളിൽ പോയി തുണി പൊക്കി നിൽക്കുന്നതല്ലേ എന്ന് ചോദിച്ചു. അതോടെ ബിഗ് ബോസ് താരങ്ങളുടെ ആരാധകർ രംഗത്തിറങ്ങി. ഇപ്പോൾ നീയൊക്കെ ചെയ്യും പോലെ കമൻറ്റ് ബോക്സിൽ വന്ന് തെറിവിളിയും വെല്ലുവിളിയും. തെറിവിളി ഞാൻ കാര്യമാക്കില്ല, എന്നാൽ വെല്ലുവിളി എനിക്കൊരു ഹരമാണ്. കമൻറ്റുകൾ ഇങ്ങനെയായിരുന്നു: നീ ഒന്ന് ബിഗ് ബോസിൽ പോയി നോക്കൂ, ഒരാഴ്ച തികച്ച് നീ നിൽക്കില്ല, നിന്നെ ആരും ഇൻ്റർവ്യൂവിന് പോലും വിളിക്കില്ല, സീസൺ 5 കപ്പ് ആരടിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതോടെ തീരുമാനിച്ചു ഞാൻ ആരാണെന്ന് ഇവനൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന്. പിന്നീട് സംഭവിച്ചത് ബിഗ് ബോസ് കണ്ടവർക്കറിയാം. ഒരുപക്ഷെ രാഷ്ട്രീയ എതിരഭിപ്രായമുണ്ടെങ്കിലും എന്നെ സ്നേഹിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റുകാർക്കും അതറിയാം. അത് ഇൻ്റർവ്യൂ പോകും മുൻപ് തന്നെ ഞാൻ പരസ്യമാക്കിയതുമാണ്. ഇനി കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം കരിദിനമായി കണ്ടവർ പിന്നീട് യാതൊരു ഉളുപ്പുമില്ലാതെ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് പ്രസംഗിച്ചു. ഒരു കാലത്ത് സഖാവ് പുഷ്പനെ പോലുള്ളവരെ സമരത്തിലേക്ക് തള്ളിവിട്ട് ജീവിതം ഇല്ലാതാക്കിയവർ പിന്നീട് അധികാരത്തിൽ കയറി അതേ പണി ചെയ്തു. എൻ്റെ നെഞ്ചിൽ വിമാനം ഇറങ്ങൂ എന്ന് പറഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എതിർപ്പ് സമരം നയിച്ച ശർമ്മ പിന്നീട് വിമാനത്താവളത്തിൻ്റെ ഡയറക്ടറുമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേരെ വെട്ടിക്കൊന്ന പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യം, സമത്വം, സോഷ്യലിസം എന്നാണ്. ബംഗാളിൽ മുതലാളിമാർക്ക് വേണ്ടി പാവപ്പെട്ട കർഷകരുടെ ഭൂമി പിടിച്ച് പറിച്ചു കൊടുത്തിട്ട് എതിർത്ത കർഷകരെ വെടിവെച്ച് കൊന്ന നികൃഷ്ട ജന്മങ്ങൾ. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പറയാനുണ്ടാകും. ആ നീയൊക്കെ എന്നെ നിലപാട് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നാണ് അഖിൽ മാരാർ കുറിച്ചത്.